ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് മലയാളക്കരയിൽ വേറിട്ട ഒരു ചരിത്രം തന്നെ രചിച്ചു മുന്നേറുകയാണ്. പ്രിയപ്പെട്ട ഒരുപാട് യതീം കുട്ടികൾക്ക് കയറി താമസിക്കാനുള്ള വീടും അതിന്റെ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കും. അതുപോലെ ഇതിനു മുമ്പും നടന്ന ഒരുപാട് സമൂഹ വിവാഹങ്ങളിലൊക്കെ കേരളത്തിൽ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ഒക്കെ മനസ്സിലിടം നേടിയ പ്രിയപ്പെട്ട സയ്യിദ് ഹാജി രാജകോയ തങ്ങൾ സംഘടിപ്പിക്കുന്ന സമൂഹ വിവാഹ ചടങ്ങിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കണ്ണൂർ സ്വദേശിയായ മഹേഷ്, കാഞ്ഞിരപ്പുഴ സ്വദേശിനിയായ കാവ്യയുടെ കരുത്തിൽ താലി ചാർത്തുന്ന വളരെ സുന്ദരമായ ഒരു മുഹൂർത്തത്തിലാണ്. അതിന് സാക്ഷിയാകാൻ പ്രിയപ്പെട്ട പാലക്കാടിന്റെ MP ശ്രീ VK ശ്രീകണ്ഠൻ സാർ, സയ്യിദ് ഹാജി രാജകോയ തങ്ങൾ, പച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ APM സലീം മാസ്റ്റർ അവர்கள், അതുപോലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുടെ പ്രവർത്തന മേഖലകളിലെ പ്രഗത്ഭരായ നിരവധി വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട വിനോദേട്ടൻ, വാർഡ് നമ്പർ കൂടിയായ വിനോദം, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഷാഹിദ് തങ്ങൾ, മുസ്തഫ തങ്ങൾ, ഷഹീദ് തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സയ്യിദന്മാര്, സാദാത്യങ്ങള്, നാടിന്റെ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ രംഗത്തുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വേദിയിലെത്തിക്കഴിഞ്ഞു. ചടങ്ങ് ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു സഹോദരിയുടെ ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കണ്ടുകിട്ടുന്നവർ ദയവ് ചെയ്ത് ഇവിടെ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. ആ സഹോദരി വലിയ വിഷമത്തിലാണ്. ആ ബാഗ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതാർക്ക് കിട്ടിയതെങ്കിലും ഇവിടെ തന്നെ കൊണ്ട് ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മക്കൾക്ക് കൈമാറട്ടെ. നിങ്ങളാണ് നിങ്ങൾ പോകുന്ന സ്വർഗത്തിൽ നമ്മൾക്കുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യ മക്കൾക്ക് ആരൊക്കെ സഹായിക്കുന്നുണ്ടോ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അർഹമായ ഫضل അല്ലാഹു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ കുട്ടികൾ പാവപ്പെട്ട മക്കളല്ലട്ടോ. ഓരെന്നെ എനിക്ക് സ്വർണ്ണം നമുക്ക് സ്റ്റേജിലും കൊടുക്കാറ്. ആരെങ്കിലും പാവങ്ങളായി കാണരുത് കേട്ടോ. വലിയ പാവങ്ങളൊന്നല്ല, വലിയ മുതലാളിമാരാണ്. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. നിങ്ങളൊക്കെ സമ്മതത്തോടു കൂടി മൈക്ക് റേറ്റ് കട്ടാവും. മൈക്കൊക്കെ പോലും നമ്മൾ വേണ്ട. അപ്പൊ ഇന്നലെ ഞാൻ സ്വർണം ഒരു പെണ്ണുങ്ങൾക്ക് സമ്മാനിച്ചപ്പോ ഒരു അമ്മക്കായിരുന്നു. അമ്മന്റെ സദസ്സിൽ ഇന്നലെ ഞാൻ പെണ്ണുങ്ങൾക്ക് സ്വർണം കാണിച്ചു കൊടുത്തപ്പോ ഒരു അമ്മക്കായിരുന്നു. സന്തോഷമുണ്ടായിട്ടോ. ഇൻഷാ അല്ലാഹ് ഈ മക്കള് പാവങ്ങളല്ല, നിങ്ങളൊക്കെ സമ്മതിച്ചു. നിങ്ങളെ മുതലാതെ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഒരുപാട് പേര് ധൈര്യം കൊള്ളുന്നുണ്ട്. ഖാലിഖായ പടച്ചിറപ്പ് അവരുടെ എല്ലാ രോഗം അല്ലാഹു ശിഫായി കൊടുക്കട്ടെ. ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ കടയിൽ കയ്യിൽ അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. വേഗം നമ്മൾ താലി കൊടുക്കുക. നിക്കാഹാണ്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ പരിപാടി സലാത്തുൽ ഫാത്തിഹ തുടങ്ങും. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് പൈസ ഒരുപാട് ആളുകൾ കൊണ്ടുതരുന്നുണ്ട്. ബുദ്ധിമുട്ടിട്ട് ആരും പൈസ തരില്ല. ഇൻഷാ അല്ലാഹ് ആവശ്യത്തിൽ കൂടുതൽ പൈസ കിട്ടിയിട്ടില്ലേ, ഇത് നിങ്ങൾ ബുദ്ധിമുട്ടല്ല. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. സഹായിച്ചവർക്കും സഹായിച്ചവർക്ക് ഒരുപാട് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പിന്നെ സ്വർണ്ണങ്ങളൊക്കെ സമ്മതത്തോടെ പേര് മഹേഷ് പിന്നെ ഓരോ കുടുംബം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഓർക്കുള്ള സ്വർണം കാണണം, സ്വർണ്ണം കാണണം. വേണ്ട പ്രിയപ്പെട്ട കണ്ണൂർ സ്വദേശിയായ മഹേഷ്, കാഞ്ഞിരപ്പുഴ സ്വദേശിയായ കാവ്യ, ഇവരുടെ വിവാഹമാണ് നടക്കുന്നത്. ശാന്തിമാരായി പ്രിയപ്പെട്ട രാഘവേന്ദ്ര ഭട്ട്, മുകുന്ദൻ, വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രിയപ്പെട്ട സയ്യിദ് അവറുകൾ താലി കൈമാറുന്നു. വലിയ മനോഹരമായ ഒരു
ചടങ്ങാണ് നമ്മുടെ ഈ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലേക്ക് പുതുതായി എഴുതിച്ചേർക്കപ്പെടുന്നത്. ഞാൻ നിന്ന് ബുദ്ധിമുട്ടായിട്ട് മാറി നിൽക്കണം. കുറച്ചും കൂടി കുറച്ച് മുന്നിലേക്ക് ഇവര് കുറച്ച് മുന്നിൽ കൂടി നല്ലത് കാണാം. കുറച്ച് മുന്നിലേക്ക് നല്ലതാണ്. പക്ക പ്രൈവറ്റ് മൈക്ക് തരും, മൈക്ക് ചൊല്ലിക്കോ. മഹേഷ് കാവ്യ ദമ്പതികൾക്കുള്ള സ്വർണ്ണാഭരണം കൈമാറുകയാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രികളായ 10,000-കണക്കിന് വരുന്ന നൂറെ ഹബീബെ കുടുംബങ്ങളുടെ സഹായത്തോടുകൂടി സയ്യിദ് ഹാമിദ് കോയ തങ്ങൾ ഈ കുടുംബത്തിന് കൈമാറുന്ന സ്വർണം നിങ്ങളുടെ ഒക്കെ അനുവാദത്തോടുകൂടി നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് സയ്യിദ് അവர்கள் ദമ്പതികൾക്ക് കൈമാറുകയാണ്. എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ മംഗളങ്ങളും ആ ദമ്പതികൾക്ക്. ആ മക്കൾക്കുള്ള സ്വർണം കണ്ടങ്ങള് ആദ്യമായി നമ്മുടെ ഈ വേദിയിൽ വെച്ച് കല്യാണം നിർവഹിച്ച കണ്ണൂർ സ്വദേശിയായ മഹേഷ്, കാഞ്ഞിരപ്പുഴ സ്വദേശിയായ കാവ്യ ഇവർക്കുള്ള സ്വർണ്ണാഭരണം 10,000-കണക്കായ നൂറെ ഹബീബയുടെ കുടുംബങ്ങൾ വഴി തങ്ങളുടെ കൈകളിലേക്ക് എത്തി തങ്ങൾ അതിനർഹതപ്പെട്ട ആളുകളിലേക്ക് അതിന്റെ നവദമ്പതികൾക്ക് കൈമാറുന്ന നിങ്ങള് പാവപ്പെട്ട മക്കളല്ലോ. അവരെ സെന്ററിലേക്ക് എത്താട്ടോ. ഒന്നുകൂടി എല്ലാവരും സെന്ററിലേക്ക് എത്തോ. ഇങ്ങോട്ട് എന്നാലും സ്മൈൽ ഉണ്ടായിക്കോട്ടെ. നവദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അടുത്ത താലികത്തിന് വേണ്ടി അടുത്ത ദമ്പതികളുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ക്യാമറ പൗതി പ്രൈമറി ക്യാമറ താലികത്ത് കഴിഞ്ഞ ദമ്പതികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഓഡിറ്റോറിയത്തിൽ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് നൽകിയ കൂപ്പണുകളുമായി ആ ഓഡിറ്റോറിയത്തിലെത്തിയാൽ ഭക്ഷണം കഴിക്കാവുന്നതാണ് എന്ന് അറിയിക്കുകയാണ്. എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. അടുത്ത ഒരു താലികത്തിന് വേണ്ടി കൊല്ലങ്കോട് സ്വദേശിയായിട്ടുള്ള അനീഷ്, അതുപോലെ തന്നെ കഞ്ചരിക്കോട് സ്വദേശിയായിട്ടുള്ള ദിവ്യ, ഇവരുടെ വിവാഹമാണ് അടുത്തതായിട്ട് നടക്കുന്നത്. കഞ്ചരിക്കോട് സ്വദേശിയായ ദിവ്യയുടെ കരുത്തിൽ കൊല്ലങ്കോട് സ്വദേശിയായ അനീഷ് താലി കെട്ടുന്ന വളരെ സുന്ദരമായ ആ ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശ്രീ രാഘവേന്ദ്ര ഭട്ട്, മുകുന്ദൻ, വിനോദ് എന്നീ ശാന്തിമാരുടെ നേതൃത്വത്തിൽ എല്ലാ ചടങ്ങുകളും പൂർത്തീകരിച്ച് താലികെട്ടിന്റെ സുന്ദരമായ ആ കാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതിനിടയിൽ ശ്രദ്ധിക്കുക, പൂന്തോട്ടത്തിൽ പാലോട് ഖദീജ എന്ന ഒരു സഹോദരിയെ കാത്ത് ഒപ്പമുള്ള ആളുകൾ നമ്മുടെ ഗംഗാനദിയുടെ അടുത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. പാലോട് ഖദീജ പൂന്തോട്ടം. കൊല്ലങ്കോട് മടത്തിൽക്കുളം പുല്ലാണിക്കോട് അനീസ് എന്ന സഹോദരന്റെ വിവാഹമാണ് മധുവായിട്ടുള്ളത്. കണ്ടരിക്കോട് ദിവ്യ എന്ന സഹോദരിയും അവർ തമ്മിലുള്ള പവിത്രമായ ആ ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്ന താലികെട്ട് ചടങ്ങിലേക്ക് ഈ വേദി പ്രവേശിക്കുകയാണ്. മണവാളം ഇങ്ങോട്ട് നോക്കേണ്ടതാണ്. അനീഷ് ഇങ്ങോട്ട് നോക്കേണ്ടതാണ്. ആ ഓക്കെ. കഴിയട്ടെ.
താലികെട്ടിൽ കഴിഞ്ഞ ദമ്പതികൾ അവരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള ഭക്ഷണം ഓഡിറ്റോറിയത്തിൽ തയ്യാറാണ്. താലികെട്ടിൽ കഴിഞ്ഞ ദമ്പതികൾക്കും അവരുടെ കുടുംബങ്ങൾക്ക് നൽകിയിരിക്കുന്ന ടോക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഓഡിറ്റോറിയത്തിലെത്തിയാൽ ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യമുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നൂറെ ഹബീബെ കുടുംബങ്ങളുടെ സഹകരണത്തോടുകൂടി തന്റെ കൂടപ്പിറപ്പികളുടെ സഹകരണത്തോടുകൂടി 10,000-കണക്കിന് കേരളത്തിന്റെ താലികെട്ടാണ് നടക്കുന്നത്. കല്ലമ്പറമ്പ് പള്ളി നെയ്മയും അതുപോലെ തന്നെ പൂങ്കോട് കൊടുമ്പിലുള്ള അർജുനും വിവാഹിതരാകുന്ന ആ ധന്യ വേളയിലേക്ക് തന്റെ കുടുംബത്തിലേക്കാണ്